ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നൊക്കെ പ്രതീക്ഷിക്കണ്. എനിക്ക് കുറച്ച് ചെറിയൊരു പനി വന്നു. പനിയും അതേപോലെ തന്നെ തൊണ്ടവേനയും കൊരിയതൊക്കെ. കാരണം പറഞ്ഞാൽ 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ അല്ലേ, അപ്പോൾ അവിടെ പുറത്തൊക്കെ അല്ലേ കടന്നില്ലേ, മഞ്ഞും തണുപ്പൊക്കെ കൊണ്ടിട്ട് തൊണ്ടൊക്കെ അടിച്ചു പോയിക്കണം. ഷംനക്കും ഉണ്ടായിന്. ഷംനയുടെ ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞത്. ഷംനക്ക് എനിക്ക് തുടങ്ങിയതിന്റെ 2 ദിവസം മുമ്പ് തുടങ്ങി. ഓൾക്ക് വന്ന് കൂടിയാണ്ട് കുറഞ്ഞു. പോയില്ലേ എന്തോ ഒരു ചങ്ക് കാഴ്ചയെന്നറിയോ, ചൂടുവെള്ളം കൊണ്ടൊക്കെ കുടിക്കുഞ്ഞാണ്ടൊക്കെ അങ്ങനെ നടക്കാൻ റെഡി ആയിരുന്നിട്ട് അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് വെച്ചില്ല. തണുപ്പല്ലേ, പിന്നെ രാവിലെ അമ്മാനെയും കൊണ്ടാണ് അങ്ങോട്ടും പോവാ ഇങ്ങനെ വന്ന് നിന്റെ തൊണ്ട ഒരു പരിവായി. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല പനിയും മരിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പം ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇതെന്തൊക്കെയാ സാധനം, ഇതെങ്ങോട്ടും ഉണ്ടോ അല്ല അമ്മ? മുട്ടേ എവിടെ? പീടിയിൽ കൊടുക്കാനാ? എത്ര മുട്ടുണ്ട്? 20 മുട്ടല്ലേ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാട്ടിയ മൈക്ക് കുറച്ച് മുട്ട ഉണ്ട്. അപ്പൊ ആ മുട്ട കൊണ്ടാണ്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ്. എങ്ങനെയാ അവിടെ ഉപ്പട പീടിയില് കൊടുക്കാനല്ലേ? എന്നിട്ട് കൊടുത്തിട്ട് എന്തേലും വാങ്ങാണ്ടോ? കൊടുത്തിട്ട് കൊയ്ത്തിട്ട് വാങ്ങണം, അല്ലാതെ അരിയൊക്കെ വാങ്ങണം. അരിയും വാങ്ങണല്ലേ? അരി കഴിഞ്ഞാണ്. റേഷൻ അരി കിട്ടുമോ നോക്കണം. പിന്നെ റേഷൻ അരിയാണ് എനിക്കിഷ്ടം. എനിക്ക് മാത്രമല്ല, എനിക്കും മോണ്ടിനും ഉമ്മമാക്കൊക്കെ ഇഷ്ടമായത്. കാരണം എന്താ അറിയോ, അയ്യമ്മ കറി പെട്ടെന്ന് പിടിച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ തിന്നാൻ ഭയങ്കര രസമാണ്. എനിക്ക് റേഷൻ അരി പണ്ട് ഇതിലേ ഇഷ്ടമാണ്. ബാക്കിയുള്ള അരി ഒന്നും കൂട്ടിയിട്ട് എനിക്ക് ഒന്നും ഇതാവണില്ല. ഒരു ഉണ്ട ഭയങ്കര അരിയാണ് അല്ലേ? അത് തിന്ന് ശീലിച്ചു. നമ്മള് പണ്ട് ഇതിലേ ശീലിച്ചില്ലേ. ഇടക്ക് നമുക്ക് തികയില്ല, നമുക്ക് കുറച്ച് അരിയല്ലേ ഉള്ളൂ. അപ്പൊ തികയില്ല, അപ്പൊ പിന്നെ പീടിയിട്ട് അരി വാങ്ങും. പീടിയിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഈ അരി. നമ്മള് നോക്കാഞ്ഞിട്ടാ പീടിയിൽ നിന്ന് ഈ അരി വാങ്ങാം. അരി കിട്ടൂലേ? എനിക്ക് ആ അരി ഭയങ്കര ഇഷ്ടം. അത് വാങ്ങണം, എന്തായാലും അരി വാങ്ങണം. മുട്ട കിട്ടൂലല്ലോ? 20 മുട്ടല്ലേ? ഇന്നാളത്തെ മൈക്ക് എണ്ണം തെറ്റിച്ചോ? ഇല്ലല്ലോ. ഇന്നാള് 20 ചെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ 18 ഉള്ളൂ. ബാക്കി 2 അവിടെ. അത് ഞാൻ വെള്ളമുട്ട ഒന്നിടുന്നത് മാത്രം വെള്ളമുട്ട, ബാക്കിയൊക്കെ എല്ലാതും ഒരു മണ്ണും കളറ്. അതൊക്കെയാണ്. എന്തേലൊക്കെ കേട്ടെ. എന്തായാലും ഹോസ്പിറ്റലിൽ പോയോക്കട്ടെ. നല്ല വേനുണ്ട്. ചെന്നോക്കട്ടെ. മോണ്ടിനെ വിടല്ലേ? മോണ്ടിനെ കൊടുക്കുക വെക്കണേ. അത് ശരി, കൊടുത്ത് കേൾക്കാം. പോകുമ്പോഴല്ല. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ. മക കാട്ടാണ് എന്തായാലും. കാര്യമൊന്നുമില്ലല്ലോ. കിട്ടിയ മൊത്തച്ച് അല്ലേ? അവാർഡ് മൊത്തച്ച്. എന്നാ നീച്ച് പോവാ. ആ ഹെൽമെറ്റ് അടിക്കുക. അതന്നെ. അതെ ഗൈസ്, കൊടുക്കലും അങ്ങനെയൊക്കെ ഞാനാക്കണം പറയണേ. ഗൈസ് നമ്മളിവിടെ ഈ വജ്ജ് ശരിയാക്കണം എന്നൊക്കെ ഉണ്ടായിന്. പക്ഷെ അപ്പത്തിന് പനി വന്നു. അപ്പൊ പിന്നെ താത്താൻ്റെ അടുത്തേക്കല്ലേ? ആവട്ടെ, താത്താൻ്റെ ജസ്റ്റ് ഒന്നും ഇതാവട്ടെ. ഇന്ന് രാത്രി തന്നെ താത്താൻ്റെ അടുത്തേക്ക് ഇമ്മാക്ക് നിക്കാൻ പോണെന്നാ പറയണേ. കാരണം കുട്ടി ഭയങ്കര കരച്ചിലാണല്ലോ. അപ്പോൾ താത്താക്കും ബേക്കൂല നോക്കാന്. പിന്നെ അമ്മായി പറയുമ്പോ എല്ലാരും ഉണ്ട്. പക്ഷെ ആരുടെ ഒരാളൊക്കെ കത്തിക്കാൻ വേണ്ടേ? ചെന്നെടുത്ത് കഴിഞ്ഞാൽ അത്രക്കും സഹായാവൂലേ? നമ്മളെ കുട്ടികളല്ലേ, എല്ലാരും നമ്മളെ കുട്ടികളല്ലേ. മറ്റോലെ എത്തിക്ക് അറിഞ്ഞ ഒരുപാട് ആളും ഉണ്ട്. പിന്നെ അത്രയും ദൂരത്തുനിന്ന് പോകേണ്ടതാണ്. ഇത് നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് തന്തക്ക് സുഖമില്ലാത്തതൊക്കെ പാടായതുകൊണ്ടാണ്. നമുക്ക് എപ്പോഴും പോയി വരാനും പറ്റുന്ന സ്ഥലല്ലേ. അങ്ങോട്ട് ഇറങ്ങിക്കോ. വ്യത്യാസം കാട്ടിട്ടൊന്നല്ല. അവിടേക്ക് എന്തേ പോകാൻ മകന്റെ അടുക്ക് പോകാൻ അത് ആരും പറയില്ല കേട്ടോ. കമന്റിൽ ആരും പറയില്ലേ. പറയാ പറഞ്ഞിട്ട് മകനൊക്കെ 2-3 മക്കൾ ചുരമായിരിക്കും. വ്യത്യാസം ഒന്നുമില്ല. ഒരു കുറച്ച് ദൂരത്താണ്. ഇത് തന്തക്ക് കഴിച്ചാൽ അതാണോ മെയിൻ പ്രശ്നം. കാര്യമായിട്ട് പോണെച്ചാ കുട്ടീനെ കാണാൻ. അപ്പാപ്പാനെ ഇമ്മ മെയിനായിട്ട് പോണ അപ്പാപ്പാനെ കാണാൻ വേണ്ടിട്ടാണ്. എല്ലാരും ഒരുമാതിരി തന്നെയാണ്. ആരും ഒന്നും പറയില്ല. വ്യത്യാസമാണ്. അതെ അതെ അതെ. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മകൻ എന്തായാലും വഴി ഞങ്ങള് പോയി അരി വാങ്ങൊക്കെ കൊണ്ടിട്ടെ. നേരെ ഹോസ്പിറ്റലിൽ പോവാ. പോയി നോക്കിട്ട് അവിടുന്ന് എന്താ പറയുന്നത്. ചിലപ്പോ സൂചിയൊക്കെ ഉണ്ടരും. അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാക്കി. ഞാൻ നോക്കട്ടെ. ഇവിടുത്തെ സൂചി കുത്തണ്ടല്ലോ എന്നെ. നോക്കട്ടെ. എനിക്ക് ഗൈസ് സൂചി ഭയങ്കര പേടിയാ. എന്തായാലും പോയോട്ടെ. ഗൈസ് മുട്ട വിൽക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ. എത്ര മുട്ട ഉണ്ടെന്ന് പറഞ്ഞേ? 20. എന്ത് വെള്ള മുട്ട ഗൈസ്. ഒക്കെ നാടൻ കോഴി ഇടുന്നേട്. അതിൽ ഒരു കോഴിന്റെ മാത്രം വെള്ള മുട്ട, ബാക്കി ഇല്ലിന്റെ ഒക്കെ നോക്കി കളർ ചേഞ്ച്. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് അറിയോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അറിയുന്നവരുണ്ടെന്നല്ലേ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇത് നോക്കിയത് ഇതിന് നല്ല വലിപ്പം കൂടുതലുണ്ട്. പല ആകൃതിയിലൊക്കെയാണ് മുട്ട. ആദ്യമായിട്ട് ഇടുന്നവരും ഉണ്ട്, അല്ലാത്തവരും. എന്തായാലും പോയിട്ടതേ ഇത്ര നീളല്ലേ ഒരു മുട്ടയും ചെറിയ പ്രാവിന്റെ മുട്ട.
ഇത് 20 ഉണ്ടോല്ലോ ഇല്ലേ? നാളെ 20 പറഞ്ഞ കൊണ്ടുവന്നിട്ട് എത്ര ആണെങ്കിൽ 18 19 ഓ 20 ഉണ്ട് ഗൈസ്. എന്നാ വാങ്ങിക്കല്. അങ്ങനെ ഗൈസ് കോഴി മുട്ട വിറ്റു. നാടൻ കോഴിയാണ്. നമുക്ക് കോഴി ഉണ്ടായാലും പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാ ഓക്കെ. നീ ഹോസ്പിറ്റലിൽ പോട്ടെ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കി നോക്കെ. കാരണം എനിക്ക് പറ്റ അടങ്ങാറായിക്കണേ ഞാൻ വാങ്ങിയിരിക്കുന്നു. ഉമ്മാ വരീമ്മാ. ആ സഞ്ചി അടച്ചിട്ടാ പോകുന്നീനെ. വരി. ഇന്ന ആദ്യം ഹോസ്പിറ്റലിൽ കാട്ടി. ഞാൻ ചത്തുക്കണ് കൊയങ്ങിക്കണ്. അതെ അതെ ഗൈസ് നമ്മളിവിടെ കടയിലെത്തിക്കണ്. നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ. ഇതൊന്ന് റേഷൻ അരി വാങ്ങിയാണ്ട് പോണല്ലേ. ഏതാ റേഷൻ അരി? മക കണ്ടാറില്ലോ. അതിന് പേരൊന്നുമില്ല. റേഷൻ അരി എന്നതിന്റെ പേര് സിൽക്കിയാണോ അതിന്റെ പേര്? അതാണോ? റേഷൻ അരിന്റെ ഒന്നുകൂടി കുറച്ച് ക്വാളിറ്റി കൂടുതലോ? ഇതാണ് സാധനം. ഈ സാധനമാണ് വാങ്ങണേ. ഇതന്നെയല്ലേ റേഷൻ വീട്ടിലും കിട്ടുന്ന സാധനം? ഇതന്നെയാണോ റേഷൻ വീട്ടിൽ കിട്ടണേ? 700 ഇതോ കുറച്ചുകൂടി ക്വാളിറ്റി കൂടും. ഈ അരി വാങ്ങണം എന്തായാലും അല്ലേ? അത് നല്ല രസമാണ്. പെട്ടെന്ന് ഇറങ്ങും. അതാണ് കേസ്. ഒന്നുകൂടി സുഖം. വേറെ എന്തെങ്കിലും വാങ്ങണ്ടോ അരി അല്ലാതെ? മീൻ പോകുമ്പോൾ വാങ്ങാം അല്ലേ? ഹോസ്പിറ്റലിൽ കാട്ടി പോകുമ്പോൾ വാങ്ങാം. അരി വാങ്ങട്ടെ കേസ്. അരി വാങ്ങി കണ്ടോണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ. അരി വാങ്ങിയാണ്ട് ഇവിടെ വെച്ചിട്ട് പോവല്ലേ? ഇവിടെ വരുമ്പോൾ എടുക്കല്ലേ? ആ അങ്ങനെ കേട്ടോ. ഹോസ്പിറ്റലിൽ കാട്ടിയപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നും തന്നണ്. പിന്നെ മാസ്കും തന്നണ്. മാസ്ക് ഇട്ടെടുക്കാനാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാവർക്കും കൂടി പകരുന്നതാണ് അല്ലേ മാ? ഒന്നാമത് എന്താ പറയുക, തണുപ്പിൻ്റെ കാലമായതുകൊണ്ട് ഗൈസ് എല്ലാവരും ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ രാത്രി ഇറങ്ങുന്നവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തണുപ്പടിച്ചിട്ട് തൊണ്ട ഒരു പരിവാവും. പിന്നെ തൊണ്ട തന്നെ കുറച്ച് ഇൻഫെക്ഷൻ അയക്കണമെന്നാണ് പറഞ്ഞത്. മെഡിസിൻ 3 ദിവസം കഴിച്ചൊക്കെ പറഞ്ഞത്. എന്നിട്ടും കുറവില്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തിലും കൂടി ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞത്. നോക്കട്ടെ എന്തായാലും. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് എന്താണ് വാങ്ങാല്ലേ? കോഴിക്കള തീറ്റ വാങ്ങുന്നുണ്ട് ഗൈസ്. കോഴിക്കള തീറ്റ വാങ്ങിയാണ്ട് നേരെ പെരിയിൽ പോയി നോക്കട്ടെ. പെരി ചെന്നിട്ട് റെസ്റ്റ് എടുക്കണം. നല്ലോണം റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അവൻ്റെ തീരുമാനമാവുമല്ലോ അല്ലേ അമ്മ? റെസ്റ്റ് എടുത്തൊരു പരിവാവും. നല്ല തണുപ്പാണേ. ഡിസംബർ മാസം കൂടിയല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഡിസംബർ ജനുവരി മാസം തീരെ ഇഷ്ടമല്ല. കാരണം വേറെ ഒന്നാണ്ടല്ലോ, ഇത് തന്നെയാണ് അവസ്ഥ. എനിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖമൊക്കെ വരും. അതാണ് ചെറിയൊരു തണുപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരും. എന്താണെന്ന് വെച്ചാൽ അറിയില്ല. എല്ലാവരും ഒരേ മൈക്കല്ലേ. എനിക്ക് പക്ഷെ അങ്ങനെയാണ് അല്ലേ? ഉമ്മക്ക് അങ്ങനെയാണ്. തണുപ്പടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. ആ അപ്പൊ അത് പാരമ്പര്യമാണ്. ആ പക്ഷെ ചില ആൾക്കാർക്കൊന്നും എത്ര ഇതായാലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എന്ത് ഞങ്ങൾ മഫ്തട്ട് അടക്കേ? അപ്പൊ ഉമ്മ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾ ഇതേമാതിരി മഫ്തട്ട് അടക്കാനാണ് ഉമ്മ പറയുന്നത് അല്ലേ? അതെ ഹെൽമെറ്റ് ഇടലുണ്ട്. ഹെൽമെറ്റ് കൊണ്ട് ചെവി മാത്രം പറയും. പക്ഷെ ഇവിടെ ഓപ്പൺ അല്ലേ കേസ്. ഇവിടെ കൗത്തിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പെട്ടി തൊണ്ട അടിച്ചു പോകും. എന്തായാലും കോഴിത്തീറ്റ അങ്ങട്ടെ. കോഴിക്കളെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ? കാടമുട്ട ഉണ്ട് ഉമ്മ അതുണ്ടല്ലേ? ഇത് വാങ്ങിയിട്ട് അരിയുടെ അപ്പുറത്ത് വാങ്ങി വെച്ചിക്കണം. അത് കൊണ്ടുവന്നിട്ടില്ല. ഇനി പോകുമ്പോൾ അരിയും വാങ്ങണം. പിന്നെന്താ തക്കാളി എന്താ വാങ്ങണം പറഞ്ഞില്ലല്ലോ? തക്കാളി വാങ്ങണ്ടേ? അത് വാങ്ങിക്കളെ. കോഴിത്തീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അതിന് മീൻ വാങ്ങാൻ വേണ്ടി കടയിലെത്തിക്കണം. എന്താ ചെമ്പല്ലി എന്താ പറഞ്ഞത്? ഒന്നുമില്ല ആണോ? അപ്പൊ നഷ്ടല്ലേ? നല്ല രസമാണ് പൊരിച്ചാല്. അയില വാങ്ങിക്കുന്നത്. അയില കുഴപ്പമില്ല. അയിലെങ്കിൽ അയില കുട്ടികളെ തിന്നും. അമ്മമാർക്ക് പ്രശ്നമുണ്ട് അയില കുട്ടിയാ? മമ്മ നല്ല തിന്നില്ലേ? ഇന്നലെ വാങ്ങിയില്ല. അപ്പൊ മമ്മക്ക് തിന്നിട്ട് ഇന്നലെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഒന്ന് വീട്ടിൽ വാങ്ങി നോക്കട്ടെ. ഇന്ന് വെച്ച മത്തിക്കറി വേണ്ട, ഇന്നലത്തെ അയിലക്കറി തന്നെ മതി. അപ്പൊ അതുകൊണ്ട് അയില വാങ്ങിക്കണേ. അത് വാങ്ങിയിട്ട് ഇനി വേറെന്താ വാങ്ങല്ല? തക്കാളിയല്ലേ? തക്കാളി കൂടി വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്താ കഴിഞ്ഞാൽ നേരെ പെരിയിൽ പോവാം. ഗൈസ് പനി പിടിച്ചാണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന എന്നെ ലോഡിങ് വണ്ടി ആക്കി ചെയ്തു. ലോഡിങ് കാരനാക്കി ചെയ്തു. ഹോസ്പിറ്റലിലേക്ക് വന്ന ടൈമിൽ തന്നെ വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ. സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി അരി ആക്കണം ഒക്കെ ഉണ്ട് നെഞ്ചത്ത്. ഇതും കൊണ്ട് ഞാൻ ഓട്ടി പോകണം പെരിക്ക് അല്ലേ? അല്ലേ
എല്ലാ സാധനവും പെരി പോട്ടെ ഗൈസ്. പെരിയില് വന്നെത്തിയപ്പോ മോട്ടർ വന്നില്ലേ ഒന്നുമില്ല. ഉമ്മാക്കണ കേറ്റത്തതും കൊണ്ട് ഒറ്റക്ക് കയറിക്കണേ. ഞാൻ പറഞ്ഞല്ലേ വണ്ടി കയറിക്കോന്ന്. ഒരു കൊഞ്ഞാറിലൊക്കെ കൊഞ്ഞാണ് നല്ല സുഖമുള്ളേ. മോട്ടനോട് അതിൻ്റെ ഉള്ളിൽ എടാ വാടാ മോട്ട വാ. ഈ അരി ഒന്ന് പിടിച്ചാ നല്ല കാണുന്നുണ്ട്. ഉള്ളിൽ വെച്ച് കൊടുത്താ ഇവിടെ കഴിഞ്ഞേ നേരം പോയിക്കോ. ഉള്ളിൽ വെച്ച് കൊടുത്തോളാം. പൊന്നോ മമ്മ പനിയാണ്. അതല്ല തൊണ്ട സീനാണെന്നാ പറഞ്ഞെ. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഈ മഞ്ഞേ നേരത്തെ മഞ്ഞും തണുപ്പടിച്ചിട്ടാണല്ലോ. 2 ദിവസം ആശുപത്രിയിലെ തണുപ്പും ചൂടുവെള്ളം ഇതാക്കാന് ആവി പിടിച്ചാന് തലയില് നല്ലോണം കഫ് ഇറങ്ങിയിരിക്കണം നാളെ. അല്ല പിന്നെന്ത് കാട്ടെ പിന്നെ ഓരോ വണ്ടിയും വലിയ മതി. മിച്ചറൊന്നുമില്ല ഫ്രൂട്ട്സ് തക്കാളിയാണത്. തക്കാളിയാണ് ഫ്രൂട്ട്സ്. ചായക്ക് എന്താ അതിനുള്ളൂല്ലേ ബേക്കറി ഉണ്ടല്ലേ കൂട്ടാന്. ചൂടുവെള്ളം തരുമ്പോ ഗുളി കുടിച്ചിട്ട് ഞാൻ കടക്കട്ടെ ഗൈസ്. ഞാനൊന്ന് ഗുളി കുടിച്ചിട്ട് അതൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കട്ടെ. അത് നല്ല വേന പൊളീന വേനയാണ്. വരാൻ നോക്കിക്കോളി ഞാൻ പറയുമ്പോ ആർക്കും ഇത് ഒന്ന് ടാസ്ക് ആണ്. ഉമ്മ കയ്യിലെ കൂട്ടിനോട് പ്രശ്നം ഉണ്ടല്ലോ. പ്രശ്നമല്ല എന്നും കൂട്ടുമ്പോഴല്ലേ പ്രശ്നം. ആ അപ്പൊ കുഴപ്പമില്ല. എപ്പോഴേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ഗൈസ്. എപ്പോഴും കൂട്ടാൻ നോക്കിയാൽ മതി അല്ലേ. നീ എപ്പോഴും താത്താനോട് പോണേ. താത്താനോട് കൂടി ഒന്ന് പോകാണ്ടല്ലോ കുട്ടീനെ കാണാന്. എങ്ങനെ അതെ അതെ ഇറച്ചി മീനൊന്നും തിന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. താത്താനോട് അപ്പാപ്പാനോട്. അല്ല താത്ത എവിടെയാണ്? അമ്മായിന്റെ അവിടെയാണോ അതോ പീപ്പിൾസിലല്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. ആ അവിടെയല്ലേ. അമ്മായിക്ക് പാപ്പാനിട്ടിട്ട് പോരാൻ പറ്റുമോ? ആ അതാണ്. പിന്നെ അതിന്റെ ഇമ്മാക്കാണെങ്കിൽ തീരെ സുഖമല്ല. പാവണ്ടായിരുന്നു. അപ്പൊ നോക്കാനും പോയിക്കൂലല്ലേ. ആശുപത്രിയിൽ അത്രയും ദിവസം നിന്നല്ലേ. അത് ഞാൻ ഇറങ്ങി നിക്കാൻ കഴിയൂല. ഇപ്പൊ അപ്പുറത്ത് വെരിക്കോസ് വന്നിട്ട് കാൽമാകം മുറിയിക്കണം അമ്മായിമാക്ക്. താത്താന്റെ അമ്മായിമാക്ക് അതാണ് പറയണേ. ഇതിപ്പോ എന്താ ചൂടുവെള്ളം ഉണ്ടാക്കണേ? ചൂടുവെള്ളം ആ മറ്റേ തൊണ്ട ഇതാക്കാന്. വെള്ളം ഉപ്പ് കുറച്ചിട്ടാ മതി. തൊണ്ടയില് വെള്ളാക്കിയാണ് അങ്ങനെ ആട്ടാനാണല്ലോ പറഞ്ഞേ. കല്ലുപ്പോ ആ എന്തുപ്പെങ്കിലും ഇട്ടേ. കല്ലുപ്പ് എന്താണെന്നുണ്ടെങ്കിലും എന്തായാലും ഗൈസ് റെസ്റ്റ് എടുക്കാൻ നോക്കട്ടെ ഞാന്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക അല്ലേ അമ്മ? കുറച്ചിട്ടാ മതി. ഇന്നേ എത്രയാണ് ആ കോരിട്ട്. അത് ശരി. ഉപ്പിന്റെ എന്താ അപ്പൊ അത് എന്റെ കാര്യത്തിൽ തീരുമാനായി. മാനെപ്പോഴാ ഉണ്ടാക്കണ്ടേ? മോണ്ട കൊണ്ടായിക്കോളൂ രാത്രി ആകുമ്പോ. രാവിലെ ഉമ്മ ആണെന്നോ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ. അരി ഉള്ളിൽ എടുത്ത് ഇമ്മമ്മ എല്ലാരോടും പറഞ്ഞാലേ തണുപ്പ് പോലെയാണ് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങണ്ടെന്ന്. തണുപ്പാണ് വല്ല ഇറങ്ങേണ്ട ആവശ്യത്തിന് ഇറങ്ങണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ആവശ്യത്തിനൊക്കെ ഇറങ്ങിയാ മതി. കൂടുതൽ ഇറങ്ങി കഴിഞ്ഞാലേ ഇത് കണ്ടില്ലേ തൊണ്ടയും മൂക്കൊക്കെ പൊറ്റുകൊണ്ട് ഇറക്കണം. അതെ അവസ്ഥയാണ് ഗൈസ്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കാം. പണ്ട് ഇങ്ങനെ കാലം ആകെ പൊത്തി ഇറങ്ങുന്ന കാലം കൊറോണ കാലല്ലേ. കൊറോണ ഇനി ഇപ്പൊ അല്ലേ ടൈമില്. അപ്പൊ എന്തായാലും ഗൈസ് എല്ലാരും സേഫ് ആയിട്ടിരിക്കാം അല്ലേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്.